ഇവിടെ ഒരാൾ വരാനുണ്ട്. ആരാണെന്നറിയോ? അൽ മസീഹുദ് ദജ്ജാൽ, അഭിശപ്തനായ ദജ്ജാൽ ഇവിടെ വരാനുണ്ട്. നിങ്ങൾ കേൾക്കണേ, ദജ്ജാലിൽ നിന്ന് കാവൽ തേടാത്ത ആരെങ്കിലും ഉണ്ടോ? മാമിൻ നബിയിൻ, ഒരു പ്രവാചകനുമില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ഒരു പ്രവാചകനുമില്ല. ഇല്ലാ വഖദ് അൻദറ ദജ്ജാല ഖൗമ, തന്റെ സമുദായത്തെ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നു വന്നിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അള്ളാഹുവിനോട് ദജ്ജാലിൽ നിന്ന് കാവല് തേടിയ ആളാണ്. എന്താ ദജ്ജാല് ആരെയാ സ്വാധീനിക്കുക? ദജ്ജാല് നമ്മെ പിടികൂടും, നമ്മുടെ മക്കളെ പിടികൂടും, നമ്മുടെ തലമുറകളെ പിടികൂടും. എങ്ങനെയാണെങ്കിൽ അവർക്ക് ഈമാനിന് ദൗർബല്യമുണ്ട് എങ്കിൽ. കാരണം ദജ്ജാൽ അത്ഭുതങ്ങൾ കാണിക്കുമ്പോ, ദജ്ജാൽ ജാലവിദ്യകൾ കാണിക്കുമ്പോ, ദജ്ജാൽ മരിച്ചവരെ ജീവിപ്പിക്കുമ്പോ, ഇത് ദജ്ജാലാണ് എന്ന് ഖവിയായ മുഅ്മിനിനെ, നല്ല ആർജവമുള്ള മുഅ്മിനിനെ, നല്ല ശക്തിയുള്ള മുഅ്മിനിനെ തിരിച്ചറിയാൻ കഴിയൂ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഓരോന്നിലും, ഈമാനിന്റെ കാര്യമാണെങ്കിൽ അത്, ഇനി പ്രതിസന്ധിയുടെ കാര്യം വരികയാണെങ്കിൽ അത് സാന്ദർഭികമായിട്ട് പറയാമല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ 50 ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർ മുഅ്മിനായി പോയതിന്റെ പേരിൽ മാത്രം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ 50 ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അവർ പരിശുദ്ധമായ ജുമുഅ നിസ്കാരത്തിന് പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ്. മറ്റൊരു കാരണം നമുക്കതിന് കാണാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരിക്കലും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് പോലെ, നമ്മെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് പോലെ, ഏതെങ്കിലും ഉള്ള കാരണത്തിനോ ഇല്ലാത്ത കാരണത്തിനോ പലപ്പോഴും നമ്മുടെ സമുദായം പൊതുവിൽ അപഹസിക്കപ്പെടുന്നത് പോലെ ഒരിക്കലും ഒരു സമുദായ നേതാവോ ഒരു രാഷ്ട്ര നേതാവോ ഇതിന്റെ പേരിൽ ഒരു മതത്തെയും പറഞ്ഞിട്ടില്ല എന്നത് ലോകത്തിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അനുയായികൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ചെറിയ പിഞ്ചു മക്കൾ മുതൽ 71 വയസ്സായ വാർദ്ധക്യത്തിലേക്ക് എത്തിയ സഹോദരന്മാർ വരെ അതിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, അതിൽ തന്റെ ഭാര്യ വിട പറഞ്ഞു പോയ ഒരു സഹോദരൻ വല്ലാത്തൊരു വർത്തമാനം പറയുകയുണ്ടായി. അക്രമി ക്രൂരമായി ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുമ്പോൾ, ആ വെടിവെച്ചകൾക്കിടയിൽ വെച്ച് ഓരോരുത്തരും പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ആ മരിച്ചവരുടെ കൂട്ടത്തിൽ വികലാംഗനായ ഒരു സഹോദരന്റെ ഭാര്യ ഹുസ്ന എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി തന്റെ കൂടെയുണ്ടായിരുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തി. തന്റെ വികലാംഗനായ ഭർത്താവ് എവിടെയാണെന്നറിയാൻ പള്ളിയുടെ അകത്തേക്ക് വന്നപ്പോഴാണ് ഹുസ്ന അക്രമിയുടെ ക്രൂരമായ വെടിയുണ്ടകൾക്ക് വിധേയരാകുന്നത്. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ആ അക്രമിയോട് വെറുപ്പില്ല, എനിക്കയാളോട് വിദ്വേഷമില്ല, ഞാൻ അയാളെ ആക്ഷേപിക്കുന്നില്ല, ഞാൻ അയാളെ കണ്ടാൽ ഞാൻ ആലിംഗനം ചെയ്യും. അയാളുടെ ഏതെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങൾക്കനുസൃതമായിട്ടാകാം അത് ചെയ്തത് എന്ന് പറയാൻ മാത്രം വിശാലമായ ഒരു മനസ്സ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്നത് എങ്ങനെയാണ്? അൽ മുഅ്മിനുൽ ഖവിയ്യു, വളരെ ആർജവമുള്ള മുഅ്മിൻ, തന്റെ ഇടമുള്ള മുഅ്മിൻ, ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ. മഹാനായ സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ റസൂൽ ചോദിച്ചു, ജാബിറേ മാലി അറാക മുൻകസിറാ, എന്താണ് നീ ആകെ തകർന്നിരിക്കുന്നുവല്ലോ, നീ ആകെ ദുർബലനായിരിക്കുന്നുവല്ലോ, എന്താണ് സംഭവിച്ചത് ജാബിറേ, എന്താണ് നിനക്ക് പറ്റിയത് ജാബിറേ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദിൽ വഫാത്തായി പോയി നബിയേ.
വതറക ഇയാലം വദൈനാ, ഒരുപാട് കടങ്ങളും കൂട്ടുകുടുംബങ്ങളും ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജാബിറേ, നിന്റെ പിതാവായ അബ്ദുള്ളയെ അല്ലാഹു എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നറിയോ? അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ പറഞ്ഞ പ്രവാചകന്റെ മുമ്പിൽ ജാബിർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മുഹമ്മദുർ റസൂല് പറയുകയാണ്, ജാബിറേ, നിന്റെ പിതാവ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് രക്തസാക്ഷിത്വവുമായി പോകുമ്പോ അള്ളാഹു തമ്പുരാൻ ഏതൊരാളോടും സംസാരിക്കാറുള്ളത് മിൻ വറാഇൽ ഹിജാബ്, അസ്പൃശ്യമായ ലോകത്ത് വെച്ചിട്ടാണ്, മറയുടെ പിന്നിൽ നിന്നിട്ടാണ്. എന്നാൽ നിന്റെ പിതാവിനോട് അള്ളാഹു നേരിൽ സംസാരിച്ചു. ജാബിറേ, നിന്റെ പിതാവിനോട് അള്ളാഹു ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ആഗ്രഹമുള്ളത്? അത് താങ്കൾക്ക് നൽകാമെന്ന് പറഞ്ഞു. താങ്കളുടെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? പടച്ചവനേ, എന്നെ ഒന്നുകൂടെ നീ ദുന്യാവിലേക്ക് മടക്കുമോ? ഇതുപോലെ ഒന്നുകൂടെ നീ പോരാട്ടത്തിൽ എന്നെ എത്തിക്കുമോ? എന്നിട്ടൊന്നുകൂടെ ശത്രുവിന്റെ വാളുകൾക്ക് എന്നെ ഇരയാക്കുമോ? എന്നിട്ടൊന്നുകൂടെ നിന്റെ ഈ ചോദ്യത്തിന് അർഹനാവാൻ എന്നെ നിന്റെ അടുക്കലേക്ക് ഒന്നുകൂടെ നീ എത്തിക്കുമോ എന്നാണ് നിന്റെ പിതാവ് ചോദിച്ചത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ശക്തിയുള്ള മുഅ്മിൻ, അത് ഇവരൊക്കെയാണ്. ന്യൂസിലാൻഡിലെ ഏറ്റവും ദാരുണമായ ഈ പ്രശ്നം നടന്നപ്പോൾ ലോകം മുഴുവൻ ജസീന്ത എന്ന ഭരണാധികാരിയെ ശ്രദ്ധിച്ചു. അവർ ലോകത്തിന് മാതൃകയാണ്. അവർ ഈ സമുദായത്തിന്റെ ഒപ്പം നിന്നു. ലോകത്തുള്ള കോടാനക്കോടി വരുന്ന മുസ്ലിം സമുദായം മുഴുവൻ തങ്ങളുടെ സഹോദരന്മാർ ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുമ്പോ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് അത് മുൻപ് ചെയ്തതിന് പ്രതികാരം കിട്ടിയതാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വേഷം ധരിച്ച് അവരോട് സലാം പറഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് ഒരിക്കലും ഞാൻ ആ ഭീകരവാദിയുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല, അവർ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായത് വെടിയുണ്ടകൾ ചീറിപ്പായുമ്പോൾ ആ വ്യക്തിയുടെ തോക്ക് പിടിച്ച് തിരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അവർ പറഞ്ഞു. ആ അക്രമിയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊലപാതകത്തിൽ നിന്ന് തടഞ്ഞവരെ കുറിച്ച് അവർ പറഞ്ഞു. ലോകത്ത് പലപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പലരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ പല ആളുകളും ശ്രമിക്കുമ്പോ എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് ന്യൂസിലൻഡിന്റെ ഭരണാധികാരി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അള്ളാഹു ആ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈമാനിന്റെ ശക്തിയാണ് സ്വർഗത്തിന്റെ മാനദണ്ഡം. പടച്ചോൻ നമുക്കത് നൽകട്ടെ. എല്ലാരും ആമീൻ പറയൂ, അള്ളാഹു നമുക്കത് നൽകട്ടെ. ഉറക്കാമീൻ പറയൂ, അള്ളാഹു നമുക്കത് നൽകട്ടെ. എത്ര മണി വരെയാണാവോ ഈ സമയം, നിന്റെ സമയം എന്നുള്ളതൊന്ന് പറയണം. എത്ര മണി വരെയാണ്? 9:30, 10:00. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സ്വർഗം കിട്ടാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല ഇവിടെ പ്രദാനം ചെയ്തു. നമ്മുടെ മക്കളൊക്കെ SSLC മാത്രമല്ല +2ന്റെ പരീക്ഷയും മറ്റുള്ള പരീക്ഷയൊക്കെ എഴുതുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് സാധാരണ ഈ സമയത്ത് പ്രസംഗങ്ങളൊക്കെ വളരെ അപൂർവമാണ്. എന്നാലും നമുക്ക് അവസാനം നന്നായിട്ടൊന്ന് ദ്വാരക്കണം. പടച്ചോൻ നമ്മളുടെ മക്കളെയൊക്കെ പരീക്ഷകളിൽ വിജയിപ്പിക്കട്ടെ. ഇനി ഇവിടെ ദ്വാരുന്നത് കൊണ്ട് മാത്രം വിജയിക്കൂ എന്ന് മക്കളാരും മനസ്സിലാക്കരുത് കേട്ടോ. അത് വേറെ കാര്യം. ഉസ്താദ്മാരുടെ അടുക്കലേക്കൊക്കെ എന്തൊക്കെയാ മന്ത്രിക്കാൻ കൊണ്ടുവരാന്ന് അറിയില്ല. വെള്ളം, അതുപോലെ പേന, അതൊക്കെ എപ്പോഴും ഉണ്ടോ? എല്ലാം മന്ത്രിക്കും. ഒക്കെ നന്നായിട്ട് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ പരീക്ഷകളിൽ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയുന്നത്, സ്വർഗം അതിന്റെ മനോഹരമായ ചില രൂപങ്ങൾ അള്ളാഹു തആല ഈ ലോകത്ത് തന്നെ നൽകി. നമ്മൾ അതിലൂടെ സ്വർഗത്ത് കണ്ടുപോകണം. അതിലൊന്ന് ഏതാണെന്നറിയോ? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ഹദീസ് ഒരു പക്ഷെ ഇവിടെ തന്നെ ഓതിയിട്ടുണ്ടാവും. ഇത് കേൾക്കാത്ത സദസ്സുകളില്ല. മജ്ലിസുൽ ഇൽമി, എവിടെയാണോ അറിവ് പറയപ്പെടുന്നത്, എവിടെയാണോ അറിവ് കേൾക്കപ്പെടുന്നത്, എവിടെയാണോ അറിവിന്റെ സദസ്സുകൾ ഉണ്ടാകുന്നത്, അതൊക്കെ സ്വർഗത്തിന്റെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ,
നിങ്ങൾ ഈ ഉണ്ടാക്കിയത് ഒരു കെട്ടിടമല്ല, നിങ്ങൾ ഈ ഉണ്ടാക്കിയത് സ്വർഗത്തിന്റെ ഒരു തോട്ടമാണ്. അല്ലേ? രാവിലെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കിതാബുകൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് അവരെ നിങ്ങൾ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോ നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് ഈ പുതിയ കെട്ടിടത്തിലേക്കല്ല, മറിച്ച് നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് റൗളത്തും മിൻ റിയാദിൽ ജന്ന. നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് സ്വർഗത്തിലെ തോട്ടങ്ങളിലേക്കാണ്. പടച്ചോനെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ പറയും, നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇത് ഞാൻ വെറുതെ പറയില്ലല്ലോ, കാരണം എന്താണ് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പഠിപ്പിക്കപ്പെടുന്നത്? എന്താണ് ഈ ഉസ്താദുമാരവിടെ വെച്ച് പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? എങ്ങനെയാ സ്വർഗത്തേക്ക് പോവാന്നാണ്, എങ്ങനെയാ നിസ്കരിക്കാന്നാണ്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യാന്നാണ്, എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിനൊക്കെ കാരണക്കാരായ ചില മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ. അവിടെ അടുത്തന്നെയല്ലേ വാളക്കുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലം? മഹാനായ മർഹൂം ബാഫഖീഹ് തങ്ങളെ പോലെയുള്ള ആളുകൾ. അവർ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ തുക കൊടുത്തത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണെന്നാണ്. 25 രൂപ. ചരിത്രത്തിൽ അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന കൂലി എത്രയായിരിക്കും മുഅ്മിനീങ്ങളെ? നമ്മളത് നിലനിർത്തണം, ആ വഴിയിൽ നമ്മൾ ജീവിക്കണം. ചിന്തിച്ചു നോക്കൂ, എവിടെയാണോ അറിവ്, ഈ മദ്രസയുടെ അകത്തളത്ത് അത് മാത്രമാണ്. ഇവിടെ ഖുർആനാണ്, ഇവിടെ ഹദീസുകളാണ്. നമ്മളിത് നിസ്സാരമായിട്ട് കാണുന്നവരല്ല. അത് നമ്മുടെ വീടുകളിലാണെങ്കിലും ആ വീടിന്റെ അകത്തളം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. അങ്ങനെയാണ്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. വീട്ടിലേക്ക് പോയാൽ ആ വീട്ടിൽ ഇങ്ങനെ മൊബൈൽ ഫോണുകളിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഇല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല. മക്കള് വാപ്പായുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. കാരണം എന്താ? വാപ്പ മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലം കുറയായി. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്താ? നിങ്ങൾക്ക് എന്നോട് വർത്തമാനം പറയാൻ നേരമില്ലല്ലോ. എന്താ വർത്തമാനം പറയാൻ നേരമില്ലാത്തത്? മുഴുവൻ സമയവും വാട്സാപ്പിലാണ്, മുഴുവൻ സമയവും മൊബൈൽ ഫോണിലാണ്. മൊബൈലിന്റെ ഒച്ച കേട്ടാൽ ഭർത്താവിന് വലിയ ആവേശമാണ്. ചില പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ഇത്ര വലിയ ആവേശമില്ലല്ലോ സംസാരിക്കാനെന്ന്, ഫോൺ വന്നാൽ എന്തൊരാവേശമാണ് എന്ന്. ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയ ബേജാർ എന്താണെന്നറിയ, പറയുന്ന ആളെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കും. അതല്ല കേട്ടോ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. രാത്രി 12 മണി കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് പെട്ടെന്ന് വാട്സപ്പിന്റെ ടോണ്. എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഉറക്കത്തിൽ നിന്ന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുകയാണ്. നോക്കുമ്പോൾ തൊട്ടടുക്കൽ കിടക്കുന്ന ഭാര്യ മെസ്സേജ് ചെയ്തതാണ്, നിങ്ങൾ ഒന്ന് നീങ്ങിക്കിടക്കുമോ, ഞാനൊരു 10-20 മിനിറ്റായി നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. വാട്സപ്പിൽ വിട്ടാൽ ഉണരും, നീങ്ങിക്കിടക്കും. നേരെ വിളിച്ചാൽ ഉണരാത്ത കാലഘട്ടം. ഇന്നിപ്പോ പഴയ പോലെ സിനിമയെക്കുറിച്ചും സീരിയലിനെ കുറിച്ചൊന്നും TV-യെ കുറിച്ചൊന്നും വാള് പറയേണ്ടതില്ല എന്നപ്പോ പറയാറുള്ളത്. കാരണം അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും സ്വകാര്യമായ ലോകത്ത്. എന്താ അതിലൂടെ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളുടെ വീടുകളിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന അതുണ്ടാകുന്നില്ല. നമ്മുടെ വീടുകൾ സ്വർഗമായി മാറുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഇടമായി നമ്മുടെ വീടുകളിൽ ഒരു സംരംഭങ്ങളും ഉണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മളുടെ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലേ? കാരണം മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വുളൂ ചെയ്താൽ വുളൂഇന് ശേഷമുള്ള ദുആ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മോൻ ഇങ്ങനെ വന്നിട്ട് ദ്വാരക്കുന്നുണ്ട്. ഇന്ന് ഉസ്താദ് മദ്രസയിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദ്വാരക്കുകയാണ്. വാപ്പത് കാണുകയാണ്, ഉമ്മത് കാണുകയാണ്, ഉമ്മയും പഠിക്കുകയാണ്. ഉമ്മ അത് പണ്ട് പഠിച്ചിരുന്നു, മറന്നു പോയതാണ്, മക്കളിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഭർത്താവിൽ നിന്ന് ഭാര്യ പഠിക്കുകയാണ്, ഭാര്യയിൽ നിന്ന് ഭർത്താവ് പഠിക്കുകയാണ്. അങ്ങനെ അവിടെയെല്ലാം റൗളത്തും മിൻ റിയാദിൽ ജന്ന.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർ സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും.